നമസ്കാരം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പായുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് ഏറ്റിക്കൊണ്ട് 4 തെരഞ്ഞെടുപ്പിന് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശ്, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള ഒഡീഷ, ദക്ഷിണേന്ത്യയിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തങ്ങളുടെ ആധിപത്യം തിരികെ പിടിക്കാൻ CPM ആഗ്രഹിക്കുന്ന സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ സിക്കിമിലും അരുണാചൽ പ്രദേശിലും BJP തന്നെയാണ് അധികാരത്തിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസും ഒഡീഷയിൽ ബിജു ജനതാദളുമാണ് ഭരണം കൈയടക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും BJDയുമായി അല്ലെങ്കിൽ ബിജു ജനതാദളുമായി BJP സഖ്യത്തിന് ശ്രമിച്ചു എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് വരുന്നതിനാൽ തന്നെ ഇരു പാർട്ടികൾക്കും ഇത് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സഖ്യ ചർച്ചകൾ പാളിപ്പോയിരുന്നു. പിന്നീടുള്ളത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ ജഗന്റെ അപ്രമാദിത്യത്തിന് ഇക്കുറി ഇളക്കം തട്ടും എന്ന തരത്തിലുള്ള ചില സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ TDPയും അതിനോടൊപ്പം ജനസേനയും BJPയും ചേർന്നുകൊണ്ട് ഒരു ഭരണം വന്നാൽ, അവർ അധികാരത്തിലേറുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കർണാടകയ്ക്കും പോണ്ടിച്ചേരിക്കും പിന്നാലെ BJPക്ക് വലിയ പ്രാതിനിധ്യമുള്ള സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അരുണാചലിലാവട്ടെ BJP വിജയം ആവർത്തിക്കുകയാണെങ്കിൽ അത് ചൈനയ്ക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും. സിക്കിമിലും വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാവി മങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം, ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആധിപത്യം BJPക്ക് തന്നെയാണ് എന്നുള്ള സന്ദേശം രാജ്യത്തിനും ലഭിക്കും. അടുത്തതായി ഒഡീഷ BJP നമ്മൾ പറഞ്ഞു വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ നവീൻ പട്നായിക്കിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് പ്രതിപക്ഷത്തെ കുഴയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും NDA മുന്നണിയിൽ ഈ നവീൻ പട്നായിക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം BJPയുടെ സഹയാത്രികനാണ്. നവീൻ പട്നായിക്കും അദ്ദേഹത്തിന്റെ ബിജു ജനതാദൾ പാർട്ടിയും. അതുകൊണ്ട് തന്നെ ഈ ഒഡീഷയിൽ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമായേക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും 2 സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലിരിക്കുന്നു. അവിടെ അധികാര തുടർച്ച നേടേണ്ടത് BJPയെ സംബന്ധിച്ച് അനിവാര്യതയാണ്. അതിനോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ BJPക്ക് മേൽക്കൈ ഉണ്ടായേക്കാം എന്നുള്ള ചില സൂചനകൾ ഇത് അവർക്ക് നൽകുന്ന പ്രതീക്ഷയും ചെറുതല്ല. അങ്ങനെ ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ജനത എങ്ങനെ ചിന്തിക്കും എന്ന് അറിയണമെങ്കിൽ അന്തിമ ഫലം വരുന്നത് വരെ കാത്തിരുന്നേ മതിയാവും. ന്യൂസ് ഡെസ്ക് മലയാളം.